അപ്പോൾ ഈ അറേയിലെ ഓപ്പറേഷൻസിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഒരു നമ്പർ ആ മെട്രിക്സിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഒരു കാര്യം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഒരു 1 എന്നുള്ള ഒരു നമ്പർ ഒരു മെട്രിക്സിന്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിലും ആ നമ്പർ ആഡ് ചെയ്യാണ് ചെയ്യുക. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. എ എന്നുള്ള ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. np.array ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 1 2 3 4 എന്നുള്ള ഒരു ലിസ്റ്റിനെ അറേ ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് പ്രിന്റ് a+1 എന്ന് കൊടുത്തു. എ എന്താണ് ഇവിടെ ഒരു അറേ ആണ്. അറേ +1 എന്ന് കൊടുത്തപ്പോൾ എന്ത് പ്രിന്റ് ആയത് എന്താണ്? 2 3 4 5. അതായത് ഇതിലെ എല്ലാ എലമെന്റ്സിന്റെയും കൂടെ ഒരു 1 ആഡ് ചെയ്ത് പ്രിന്റ് ആയി. അതുപോലെ തന്നെ 2 ** a എന്ന് പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിലെ എല്ലാ എലമെന്റ്സിനെയും 2 വെച്ചിട്ട് 2യുടെ പവറായി എഴുതിയിട്ട് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 2 2^1 2^2 2^3 2^4 അങ്ങനെ പ്രിന്റ് ആയി. അപ്പോൾ നമ്മൾ ഒരു നമ്പർ വെച്ചിട്ട് ഒരു അറേ എന്ത് ഓപ്പറേഷൻ ചെയ്താലും അത് എല്ലാ എലമെന്റ്സിലും സംഭവിക്കും. അറേയിലെ എല്ലാ എലമെന്റ്സിലും ആ ഓപ്പറേഷൻ സംഭവിക്കും. അപ്പൊ ഇവിടെ പ്രിന്റ് 5 *a എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? റിസൾട്ട് എന്തായിരിക്കും? 5 10 10 5 10 15 20. 5 10 15 20. അതായത് എന്ത് ഓപ്പറേഷൻസ് ഒരു നമ്പർ വെച്ച് ഒരു അറേയിൽ ചെയ്താലും അത് എല്ലാ എലമെന്റ്സിലും സംഭവിക്കും. ഇതാണ് താഴെ. അതായത് എ എന്നുള്ളൊരു അറേ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ബി എന്നുള്ള വേറൊരു അറേ ക്രിയേറ്റ് ചെയ്തു. അത് എങ്ങനെ ചെയ്തത്? വൺസ് വെച്ചിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും കിട്ടുക? 4 1 ഉള്ള ഒരു അറേ ഉണ്ടാവും, അതിന്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും കിട്ടുക? എല്ലാ എലമെന്റ്സിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 2 എല്ലാ എലമെന്റ്സും 2 ആയിട്ടുള്ള ഒരു അറേ കിട്ടും. അത് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. പ്രിന്റ് ബി. a - b എന്ന് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? a - b എന്ന് ചെയ്യുമ്പോൾ ബി എന്ന എ എന്ന അറേയുടെ ഫസ്റ്റ് എലമെന്റ് മൈനസ് ബി എന്ന അറേയുടെ ഫസ്റ്റ് എലമെന്റ്, എ എന്ന അറേയുടെ സെക്കൻഡ് എലമെന്റ് മൈനസ് ബി അറേയിലെ സെക്കൻഡ് എലമെന്റ്, അങ്ങനെ മൈനസ് ആയിട്ട് ഇവിടെ പ്രിന്റ് ആവും. എയുടെ പ്രിന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും പ്രിന്റ് റൺ ചെയ്തപ്പോ കണ്ടോ, എ 1 2 3 4 ആണ്. ബി എന്താണ്? 2 എല്ലാം 2 ആണ്. 2 2 2 2. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് a - b ആണ്. a - b ചെയ്യുമ്പോൾ 1 - 2 -1 എന്ന് കിട്ടി. 2 - 2 0, 3 - 2 1, 4 - 2 2. ഇങ്ങനെയും ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു നമ്പർ വെച്ചിട്ട് ഒരു അറേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ട് അറേസ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. എലമെന്റ് തമ്മിലായിരിക്കും ഓപ്പറേറ്റ് ആവുക. ഇപ്പൊ മൈനസ് ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് മൈനസ് സെക്കൻഡ് അറേയുടെ ഫസ്റ്റ് എലമെന്റ്, അങ്ങനെ. ഇവിടെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് കൊടുക്കുന്നെങ്കിൽ എന്തായിരിക്കും കിട്ടുക? 1 × 2 ഇവിടെ പ്രിന്റ് ആവും, 2 × 2 3 × 2 4 × 2 അങ്ങനെ ആയിരിക്കും പ്രിന്റ് ആവുക. ഇത് ഒരു റോ അറേ തന്നെ ആവണമെന്നില്ല, ഒരു മെട്രിക്സും ആകാം. 5, 6, 7, 8 ഒരു മെട്രിക്സ് ഇതിനെ റീഷേപ്പ് ചെയ്യുന്നത്. റീഷേപ്പ് എ, 4, 2 ആയിട്ട് റീഷേപ്പ് ചെയ്തു. അതുപോലെ തന്നെ വേറൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നു, ഈക്വൽ ടു np. ഞാനിവിടെ മെട്രിക്സ് എന്നും അറേ എന്നും ഉപയോഗിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്.
നമ്മൾ മാത്തമാറ്റിക്സിൽ മെട്രിക്സ് എന്ന് പറയുന്നതാണ് ഈ പ്രോഗ്രാമിൽ അറേ എന്ന് പറയുന്നത്. dot reshape എന്തിനെ റീഷേപ്പ് ചെയ്യണം? ബി എന്ന മെട്രിക്സിനെ റീഷേപ്പ് ചെയ്യുന്നു. ഏത് ഫോർമാറ്റിലേക്ക് റീഷേപ്പ് ചെയ്തു? 4,2 എന്ന ഫോർമാറ്റിലേക്ക് റീഷേപ്പ് ചെയ്തു. ഇനി A1 പ്രിന്റ് ചെയ്തു, B1 പ്രിന്റ് ചെയ്തു, A1 ഇൻറ്റു B1. എന്താ ഇത് റീഷേപ്പ് ആയിട്ട് 4 റോയും 2 കോളം ഉള്ള 2 മെട്രിക്സ് ഉണ്ടായി. എന്നിട്ട് അതിലെ ഓരോ എലമെന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്ത് പുതിയൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ 1ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ആയിട്ട് ഇവിടെ 2 വന്നു, ഈ 2ഉം ഈ 4ഉം കൂടെ മൾട്ടിപ്ലൈ ആയിട്ട് ഇവിടെ 8 വന്നു, 3ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 18. അതായത് എലമെന്റ് ഫസ്റ്റ് മെട്രിക്സിലെ എലമെന്റും സെക്കൻഡ് മെട്രിക്സിലെ എലമെന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് തേർഡ് മെട്രിക്സിലെ ആ പ്ലേസിൽ തന്നെ എഴുതും. അങ്ങനെയാണ് ഇത് വർക്ക് ആവുക. അതായത് എല്ലാ അരിത്തമെറ്റിക്കും എലമെന്റ് വൈസ് ആണ് ഓപ്പറേറ്റ് ആവുക. മൾട്ടിപ്ലിക്കേഷന്റെ അവിടെ ചെയ്തിരിക്കുകയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, എലമെന്റ് വൈസ് ആണ് ഓപ്പറേഷൻസ് എല്ലാം സംഭവിക്കുക. ഇനി അതുപോലെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും എടുക്കാം. ഞാൻ പറഞ്ഞു അറേ എന്നുള്ളത് ഒരു മെട്രിക്സ് ആണ്. അപ്പൊ ഒരു 1 ഡയമെൻഷണൽ അറേ ഒരു വെക്ടർ ആണ്. വെക്ടർ എന്ന് പറയുമ്പോൾ വെക്ടറിന്റെ കമ്പോണൻസ് നമ്മൾ ഫോം ആയിട്ട് എഴുതുന്നതാണ് ഒരു അറേ ആയിട്ട് 1 ഡയമെൻഷണൽ അറേ. അതുപോലെ തന്നെ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ അറേ ആണ്. അപ്പൊ നമുക്ക് വെക്ടർ വെച്ച് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും 1 ഡയമെൻഷണൽ അറേ വെച്ച് ചെയ്യാൻ പറ്റണം. ഒരു വെക്ടർ വെച്ച് നമുക്ക് 2 വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. അങ്ങനെ എടുക്കാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് ക്രോസ് എന്നുള്ള ഫംഗ്ഷൻ. ക്രോസ് എന്നുള്ള ഫംഗ്ഷൻ, ഈ ക്രോസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് ക്രോസ് വൈ എന്ന് കിട്ടും. എക്സ് ക്രോസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എങ്ങനെ ഇത് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന 2 വെക്ടറിന്റെ ഉണ്ടെങ്കിൽ നമ്മൾ പേപ്പറിൽ എഴുതി എങ്ങനെ കണ്ടുപിടിക്കുന്നത് 2 വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ്? ഡിറ്റർമിനന്റ് ഒക്കെ ഇട്ടിട്ട് ഡിറ്റർമിനന്റ് IJK, എന്നിട്ട് IJK എന്ന് ഫസ്റ്റ് റോയിൽ എഴുതും. എന്നിട്ട് സെക്കൻഡ് റോയിൽ എന്ത് എഴുതും? ഫസ്റ്റ് വെക്ടറിന്റെ എലമെന്റ്സ് എഴുതും. എന്നിട്ട് തേർഡ് റോയിൽ ഇതിന്റെ സെക്കൻഡ് വെക്ടറിന്റെ എലമെന്റ്സ് എഴുതും, ആ കമ്പോണൻസ് എഴുതും. എന്നിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ഒരു വെക്ടർ കിട്ടും. ആ വെക്ടറിന്റെ കമ്പോണൻസ് അതായിരിക്കും നമുക്ക് ഇവിടെ പ്രിന്റ് ആയി കിട്ടുക. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് വെക്ടർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് ഇത്. np.cross x,y എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ വെക്ടറിന്റെ കമ്പോണൻസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇങ്ങനെ കിട്ടും. -3 6 -3 ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന വെക്ടറിന്റെ ith കമ്പോണന്റ് -3 ആയിരിക്കും, jth കമ്പോണന്റ് 6ഉം kth കമ്പോണന്റ് അല്ലെങ്കിൽ z കമ്പോണന്റ് -3 ആയിരിക്കും. അതുപോലെ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റും എടുക്കാം. 2 വെക്ടർ ഉണ്ട്, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു നമ്പർ ആയിരിക്കും. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് ഒരു വെക്ടർ ആയിരിക്കും. പക്ഷെ ഡോട്ട് പ്രോഡക്റ്റ് 2 വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഒരു നമ്പർ ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ കൊടുക്കുന്നത് 2 വെക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ 2 1 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ നമുക്ക് ഡോട്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കിട്ടുന്നത് ഡോട്ട് പ്രോഡക്റ്റും, നമ്മൾ കൊടുക്കുന്നത് 2 മെട്രിക്സ് ആണെങ്കിൽ
കിട്ടുന്നത് ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും കിട്ടുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ എലമെന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, സാധാ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഡോട്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ 1 ഡയമെൻഷണൽ അറേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരു നമ്പർ കിട്ടും. നമ്മളിവിടെ 1 ഡയമെൻഷണൽ അറേ അല്ല 2 ഡയമെൻഷണൽ അറേ, അതായത് മെട്രിക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഡോട്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആയിരിക്കും കിട്ടുക. പക്ഷെ സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അതായത് ഡോട്ട് പ്രോഡക്റ്റിന് മാത്രമേ ഈ ഡോട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാറുള്ളൂ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് വേറൊരു ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക. ഈ MAT MUL എന്ന ഫംഗ്ഷൻ, അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ് MAT MUL. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മെട്രിക്സ് 1, മെട്രിക്സ് 2 എന്ന് 2 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം റിസൾട്ട് 1 എന്ന് കൊടുത്തിട്ട് ഡോട്ട് വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ MAT MUL എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചും അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, രണ്ടും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും പ്രിന്റ് ചെയ്യുമ്പോൾ സെയിം ആയിരിക്കും കിട്ടുക. പക്ഷെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ ഡോട്ട് എന്നുള്ളത് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് ഇതാണ് ഉപയോഗിക്കുക, MAT MUL. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എത്ര മനസ്സിലായോ? ഇത് ഏതെങ്കിലും മെട്രിക്സ് വെച്ച് ചെയ്ത് നോക്കുകയോ എല്ലാം വേണോ? ആവശ്യം ഉണ്ടാവില്ല. ഇത് സിമ്പിൾ ആണ്. അതായത് ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ എലമെന്റിലേക്ക് ആഡ് ആവും. ഒരു നമ്പർ മൾട്ടിപ്ലൈ ആണെങ്കിൽ എല്ലാ എലമെന്റിലും മൾട്ടിപ്ലൈ ആവും. അതുപോലെ തന്നെ രണ്ട് മെട്രിക്സ് തമ്മിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിലും അത് എലമെന്റ് വൈസ് ആയിരിക്കും. അതായത് A × B എന്ന് കൊടുക്കുമ്പോൾ A എന്ന മെട്രിക്സും B എന്ന മെട്രിക്സും മൾട്ടിപ്ലൈ ആവില്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ സംഭവിക്കില്ല. സംഭവിക്കുന്നത് എന്തായിരിക്കും? എലമെന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് സംഭവിക്കുക. ആദ്യത്തെ എലമെന്റും രണ്ടാമത്തെ മെട്രിക്സിന്റെ ആദ്യത്തെ എലമെന്റും തമ്മിൽ മൾട്ടിപ്ലൈ ആയിട്ട് പുതിയ മെട്രിക്സിന്റെ ആദ്യത്തെ എലമെന്റ് ആയിട്ട് എഴുതും. രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മൾട്ടിപ്ലൈ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കണം. മെട്രിക്സ് മൾട്ടിപ്ലൈ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കണം. അത്രേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ A*B എന്ന് എഴുതും. അങ്ങനെ എഴുതരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് വെച്ച് ചെയ്യാം. അതുപോലെ ഇനിയും ഇതിലും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാം. അത് ലീനിയർ ആൾജിബ്ര എന്നുള്ള ഒരു മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ലീനിയർ ആൾജിബ്ര എന്നുള്ള ഒരു മൊഡ്യൂൾ ഉണ്ട്. ഈ നംപൈക്ക് ഉള്ളിൽ ഉള്ള ഒരു മൊഡ്യൂളാണ്. അത് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാം. അതായത് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്? അതായത് എക്സ് എന്നുള്ള ഒരു മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1 2 3 4 എന്നുള്ള ഒരു മെട്രിക്സ്. അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇങ്ങനെയാണ്: np എന്ന ഈ ലൈബ്രറിയിലുള്ള ലീനിയർ ആൾജിബ്ര എന്നുള്ള മൊഡ്യൂൾ അതിനെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ലീനിയർ ആൾജിബ്രയുടെ ഷോർട്ട് ഫോം ആണ് LINALG. അതില് .np എന്ന ലൈബ്രറിയിലെ ലീനിയർ ആൾജിബ്ര എന്ന മൊഡ്യൂളില് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ അതിനെയാണ് ഇങ്ങനെ ഡോട്ട് ഇട്ട് എഴുതിയിരിക്കുന്നത്. np.linear algebra.inverse. ബ്രാക്കറ്റിൽ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് അത് വൈൽ സ്റ്റോർ ആവും. അത് ഞാനിവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും കിട്ടേണ്ടത്. അതെന്താ? y എക്സിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ എക്സും എക്സിന്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എക്സ് പ്രിന്റ് ചെയ്തു, അതിന്റെ ഇൻവേഴ്സ് പ്രിന്റ് ചെയ്തു, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഉള്ള മെട്രിക്സ് പ്രിന്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. അതായത് ഡയഗണൽ 1ഉം ബാക്കി രണ്ടും 0ആണ്. ഇവിടെ ഇത് 1 × 10⁻⁻16 അത് 0 തന്നെയാണ്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ലീനിയർ ആൾജിബ്ര എന്നുള്ളൊരു മൊഡ്യൂൾ NumPy ലൈബ്രറിക്കുള്ളിലുണ്ട്. അതിൽ ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അതുപോലെ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. അത് ഇത് സെയിം തന്നെയാണ്. ലീനിയർ ആൾജിബ്ര എന്ന മൊഡ്യൂളിൽ ഡിറ്റർമിനന്റ് എന്ന ഫംഗ്ഷൻ DET. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. -2. അതുപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും ഇത് ഉപയോഗിച്ച്. അതായത് ഇങ്ങനത്തെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ടില്ലേ +1-ലൊക്കെ. ഒരു 3 ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. 2x + 3y + 1z = 2. അങ്ങനെയുള്ള ഒരു 2 ഇക്വേഷൻ കൂടെ. അങ്ങനെ 3 ഇക്വേഷൻ ഉണ്ട് x, y, z-ലുള്ള. നമുക്ക് x ഉം y, z-ഉം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻസിന്റെ എല്ലാം കോഎഫിഷ്യന്റ്, എക്സിന്റെ കോഎഫിഷ്യന്റ്, വൈയുടെ കോഎഫിഷ്യന്റ്, ഇസഡിന്റെ കോഎഫിഷ്യന്റ് എടുത്ത് ഒരു മെട്രിക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഫിഗറിൽ കാണിച്ച പോലെ ഒരു മെട്രിക്സ് ഇൻറ്റു XYZ എന്ന് എഴുതിയിട്ട് ഈക്വൽ ടു ഈ അതിന്റെ കോഎഫിഷ്യന്റ് എഴുതി എന്നിട്ട് ഇത് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇല്ലേ, ആ അങ്ങനെ സോൾവ് ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് 5x + 3y = 40, അതുപോലെ തന്നെ 1x + 2y = 18. അങ്ങനെ 2 ഇക്വേഷൻ ഉണ്ട്. അതിനെ മെട്രിക്സ് ഫോമിൽ എഴുതിയിരിക്കുകയാണ് ഇവിടെ. അതായത് 5x + 3y = 40 എന്നുള്ള ഇക്വേഷനാണ് ഇക്വേഷനും 1x + 2y = 18. അങ്ങനെ 2 ഇക്വേഷനെ മെട്രിക്സ് ഫോമിൽ എഴുതിയിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനെ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിനുള്ള രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ രണ്ടും എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, ഈ 5, 3, 1, 2 എന്നുള്ള മെട്രിക്സിന്റെ ഇൻവേഴ്സ് കൊണ്ട് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സും വൈയും കിട്ടും ഇല്ലേ? ഇവിടെ ഈ 5, 3, 1, 2ന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇവിടെ 1, 1 എന്നാവും, ഐഡന്റിറ്റി മെട്രിക്സ് ആവും. ഇപ്പുറത്തെ സൈഡിൽ എന്താവും? 5, 3, 1, 2ന്റെ ഇൻവേഴ്സ് ഇൻറ്റു 40, 18 എന്നാവും. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എന്ത് ചെയ്യാം, 5, 3, 1, 2ന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ 40, 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 5, 3, 1, 2 എന്നുള്ളൊരു മെട്രിക്സ്, ബി എന്നുള്ളൊരു മെട്രിക്സ് 40, 18 എന്ന് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് എ എന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു, അത് ഡിയിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഡിയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഇത് എ മെട്രിക്സ് ആണ്. എ മെട്രിക്സിന്റെ ഇൻവേഴ്സും ബി മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സും വൈയും കിട്ടി. അതാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കിട്ടും 3.7, 7.1. എക്സിന്റെ വാല്യൂ 3.7ഉം വൈയുടെ വാല്യൂ 7.1ഉം ആയിരിക്കും. അങ്ങനെ ചെയ്യാം. അതായത് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് അടുത്ത മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സും വൈയും കിട്ടും. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം. അതിങ്ങനെ ഇത്രേ ഉള്ളൂ. NP.linear algebra solve A, B എന്ന് കൊടുത്താൽ എ എന്നുള്ളത് ഈ മെട്രിക്സ് ആയിരിക്കണം. 5, 3, 1, 2 എന്നുള്ളത് എ മെട്രിക്സും 40, 18 എന്നുള്ളത് ബി മെട്രിക്സും ആണെങ്കിൽ NP.linear algebra solve A, B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിച്ച് തരും? എക്സും വൈയും കണ്ടുപിടിക്കും. സെയിം റിസൾട്ട് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇൻവേഴ്സ് കണ്ടുപിടിക്കാം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം, ഇക്വേഷൻ സോൾവ് ചെയ്യാം, അതുപോലെ തന്നെ ഏഗൻ വാല്യൂ ഏഗൻ വെക്ടറും കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരു മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നു, EIG ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ ഇത് ഏഗൻ വാല്യൂ ആണ്. ഇതിന്റെ ഏഗൻ വാല്യൂ 1ഉം 1ഉം ആണ്. രണ്ട് ഏഗൻ വാല്യൂ ഉണ്ട്, രണ്ടും 1 ആണ്. ഏഗൻ വെക്ടർ ഫസ്റ്റ് ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ ആണ് ഇത് 1, 0. അതുപോലെ തന്നെ സെക്കൻഡ് ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ ആണ് 0, 1. അപ്പൊ ഏത് മെട്രിക്സ് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഏഗൻ വാല്യൂ ഏഗൻ വെക്ടറും കണ്ടുപിടിച്ച് കിട്ടും. ഉണ്ടോ? ഈ മെട്രിക്സ് 1, 2, 1, 0, 1 എന്നുള്ള മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ 2ഉം 1ഉം ആണ്. 2 ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ ഇതാണ് 1, -0.7. 1 എന്ന ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ 0,
0.70. 0.70 1/√2 ആണ്. ഇത് -1/√2 ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, eigen വാല്യൂവും കണ്ടുപിടിക്കാം, eigen വെക്ടറും കണ്ടുപിടിക്കാം. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു മെട്രിക്സ് വെച്ച് ചെയ്യുന്ന ഓപ്പറേഷൻസ്. ഇൻവേഴ്സ്, ഡിറ്റർമിനന്റ്, സോൾവ് ചെയ്യുക, ഇക്വേഷൻ സോൾവ് ചെയ്യുക, eigen വാല്യൂ, eigen വെക്ടർ. അപ്പൊ ഇതെല്ലാം നമുക്ക് NumPy ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എത്ര വലിയ മെട്രിക്സ് ആണെങ്കിലും അത് ചെയ്യാം. ഇപ്പൊ 3x3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. കണ്ടോ, 3 eigen വാല്യൂസും കിട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 eigen വെക്ടറും കിട്ടി. അപ്പൊ ഇത് 3x3 ആണെങ്കിലും 4x4 ആണെങ്കിലും 100x100 ആണെങ്കിലും എത്ര വലിയ മെട്രിക്സ് ആണെങ്കിലും അതിന്റെ ഇതുപോലത്തെ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാം. eigen വാല്യൂ കണ്ടുപിടിക്കാം, eigen വെക്ടർ കണ്ടുപിടിക്കാം, സോൾവ് ചെയ്യാൻ ഉപയോഗിക്കാം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം, ഇൻവേഴ്സ് കണ്ടുപിടിക്കാം, അങ്ങനെ എല്ലാം ചെയ്യാം. അത് ചെയ്യുന്നത് NumPyയിലെ ലീനിയർ ആൾജിബ്ര എന്ന മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ്. അതിലെ പല ഫങ്ഷൻസ്, ഇൻവേഴ്സ്, സോൾവ്, EIG, eigen വാല്യൂ, ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇത് ഓർത്തിരുന്നില്ലെങ്കിലും ജസ്റ്റ് സെർച്ച് ചെയ്യാൻ മതി. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് NumPy എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കും റിയൽ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഫംഗ്ഷൻ പലതവണ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കും ഇൻവേഴ്സ് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഇതെല്ലാം ഓർത്തിരിക്കേണ്ടത്. ഇതെല്ലാം ഇങ്ങനെ കാണാതെ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല എന്നാ തോന്നുന്നു. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കുമെന്നറിയില്ല. കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഇപ്പൊ ഒരു മെട്രിക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഒരു അവസരം വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുന്നു ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് NumPy എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ അവിടെ കാണിക്കും. അപ്പൊ അതെടുത്ത് അതിലേക്ക് കോപ്പി ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നിട്ട് അത് ഇങ്ങനെ പലതവണ ചെയ്ത് കഴിയുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കും. അങ്ങനെയാണ് ഇതിലെ എല്ലാ കാര്യങ്ങളും. NumPyയിൽ ഉള്ള മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഒന്നും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയില്ലെങ്കിൽ മൾട്ടിപ്ലൈ മെട്രിക്സസ് NumPy എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ആ ഫംഗ്ഷൻ കാണിക്കും. അത് പലതവണ ചെയ്ത് കഴിയുമ്പോൾ ആ ഫംഗ്ഷൻ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏകദേശം ഇത്രേ ഉള്ളൂ ഇതില്. NumPyയിൽ ഇത്രേ ഉള്ളൂ. NumPyയിലെ കുറെ ഓപ്പറേഷൻസ്, ഫങ്ഷൻസ് ഒക്കെ പഠിക്കാൻ, അതിനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഈ മൊഡ്യൂൾ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല. ഇത് കണ്ടോ, സിലബസിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് NumPy ഉപയോഗിച്ചിട്ട് എങ്ങനെ അറേ ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ ഓപ്പറേഷൻസ് ചെയ്യാം, ക്രോസ് പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ്, മെട്രിക്സ് ഇൻവേർഷൻ, സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ, eigen വാല്യൂ, eigen വെക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം, ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി പോവുകയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സെക്കൻഡ് മൊഡ്യൂൾ അങ്ങനെയാണ്, NumPyയിലുള്ള ബേസിക് ഫങ്ഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി പോവുക. അതുപോലെ തന്നെ അടുത്തത് matplotlib എന്ന മൊഡ്യൂളിലെ കുറെ ഫങ്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്തി പോവുക. അത് പ്ലോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന മൊഡ്യൂളാണ്. അതിലെങ്ങനെ പ്ലോട്ട് ചെയ്യാം, ഒരു ഫിഗറിൽ തന്നെ 2 പ്ലോട്ട് എങ്ങനെ വരാം, ഒരു ഗ്രാഫിൽ തന്നെ 2 ലൈൻസ് എങ്ങനെ വരാം, അതിന്റെ ആക്സിസ് ടൈറ്റിലൊക്കെ എങ്ങനെ കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ matplotlib പഠിക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെ ഒന്ന് പരിചയപ്പെട്ട് പോകും. എന്നിട്ട് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന്
ഓർത്തിരിക്കണം. ഓർത്തിരിക്കണമെങ്കിൽ പെട്ടെന്ന് നോക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഇത് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ NumPy ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് Matplotlib ആണ്. അതിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇനി ഇത്